ഞാനൊരിക്കൽ ഡൽഹിയിലേക്ക് ഒരു യാത്ര പോയ സമയത്ത് ഡൽഹിയിലൊരു സുഹൃത്ത് ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നല്ല ആത്മാർത്ഥമായിട്ടുള്ള സ്വീകരണമായപ്പോൾ ഞങ്ങളത് ക്ഷണം സ്വീകരിക്കാം. ഞങ്ങളെ കൂട്ടാൻ വേണ്ടി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ അവൻ കാത്തിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ ഓട്ടോയിൽ കയറ്റി അതിൻ്റെ ക്യാഷൊക്കെ അവൻ കൊടുത്ത് ഞങ്ങളെ കൊണ്ടുപോയി. സത്യം പറയാലോ, പോണ സമയത്ത് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചിന്തിച്ചത് 2 നില വലിയൊരു ഫ്ലാറ്റ്, വലിയ വീട്, അവൻ്റെ ക്ഷണം അങ്ങനെയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ ഞങ്ങളൊരു സ്ഥലത്ത് ഇറക്കി. ഇനി കുറച്ച് നടക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ചേരി പ്രദേശത്തിലൂടെ ഇങ്ങനെ നടന്നു, ലഗേജ് തൂക്കി പിടിച്ചിട്ട്. പിന്നീടൊരു സ്റ്റെപ്പുകൾ ചവിട്ടി 2ാം നിലയിലേക്ക് കയറണം. അവിടെ എത്തിയപ്പോൾ ചെറിയ 2 റൂമിൽ പൊട്ടിപ്പൊളിഞ്ഞ തറൊക്കെയുള്ള ഒരു ചെറിയൊരു ചെറ്റക്കുടിയിലാണ് അവൻ്റെ താമസം. അവൻ്റെ ആകെ 2 റൂമാണുള്ളത്. അതിലെൻ്റെ കിച്ചണൊക്കെ ഉൾപ്പെടും. കിടക്കുന്നത് അവിടെ തന്നെ. പുറത്താണെങ്കിൽ ഒരാൾക്ക് മാത്രം ഇരുന്ന് തിരിയാനും മറിയാനും കഴിയാത്ത കോലത്തിലുള്ള ഒരു ടോയ്ലറ്റാണ്. അവർ വളർത്തുന്ന ആട്ടിൻകുട്ടിയെ കെട്ടിയിരിക്കുന്നത് വീടിൻ്റെ ഉമ്മറക്കൊലയിലാണ്. നമുക്ക് ആർക്കെങ്കിലും പുറത്തിറങ്ങണമെങ്കിൽ അവൻ്റെ ഉമ്മ വന്നിട്ട് ആടിനെ പിടിച്ചു വെക്കണം, എന്നിട്ടാണ് പുറത്തേക്ക് കൊടുത്തത്. സത്യം പറയാലോ, ആ കാഴ്ച കണ്ടപ്പോൾ അൽഹംദുലില്ലാ, നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യമുള്ള ആളുകളാണെന്നറിയോ. 2 നില വീടുണ്ട്, പോട്ടെ 1 നില വീട്, കിച്ചൺ വേറെ ഉണ്ടല്ലോ, മറ്റെല്ലാ സൗകര്യമുള്ള ഒരു സമാധാനത്തോടൊരു മുറ്റുള്ള ഒരു വീട്ടിൽ നമ്മൾ താമസിക്കാൻ പറ്റുന്നുണ്ടല്ലോ. മനസ്സറിഞ്ഞു പോയി. അൽഹംദുലില്ലാ, എത്ര വലിയ ഭാഗ്യമുള്ള ആളുകളാണ് നമ്മൾ.